Hello guys, welcome back to my YouTube channel. ഒരു 10,000 വട്ടമായി ഇൻട്രോ എടുക്കാൻ നോക്കുന്നു. ഈ മനുഷ്യൻ സമ്മതിക്കുന്നില്ല. ഒരേ അനൗൺസ്മെന്റ്. ഓക്കെ, കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വെറൈറ്റി വീഡിയോ ആണ്. ഇൻസ്റ്റഗ്രാമിൽ എല്ലാവരും കണ്ടുവരുത്ത ഒരു ടോപ്പിക്ക് നമ്മൾ യൂട്യൂബിലും വ്ളോഗാക്കാൻ പോവുകയാണ്. ഫിഷിങ് അല്ലേ? പക്ഷെ ഇന്ന് നമ്മൾ ഈസ്റ്റ്ബോണിലല്ല ഫിഷിങ് ചെയ്യാൻ വന്നിട്ടുള്ളത്. ഈസ്റ്റ് സസെക്സിൽ തന്നെയുള്ള വേറൊരു കോസ്റ്റൽ സിറ്റിയാണ് ഹേസ്റ്റിങ്സ്. അപ്പോൾ നമ്മളിത് ഹേസ്റ്റിങ്സിൽ വന്നിട്ടാണ് ഉള്ളത്. ഞാൻ വരുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, കാരണം അത് ഭയങ്കര ബോറിംഗ് ആയിരിക്കും. ഒന്നുമില്ല, നമ്മൾ ഈസ്റ്റ്ബോണിൽ നിന്ന് ഹേസ്റ്റിങ്സിലോട്ട് ട്രെയിൻ കയറി വന്നു അല്ലേ, അത്രേ ഉള്ളൂ. നമ്മളൊരു തൊട്ടടുത്താണ്, ഒരു 1/2 hour to 45 അത്രേ ഉള്ളൂ. നമ്മൾ വരുന്ന വഴിയൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ കൂടി ഇങ്ങോട്ടൊരു സ്ഥലത്ത് വന്നിട്ടാണ് ഉള്ളത്. ഇപ്പോൾ ഇവിടെ ഹൈ ടൈഡ് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ടൈം നോക്കിയിട്ടാണ് വന്നത്. ഹൈ ടൈഡ്, അയ്യോ ആ പെണ്ണ് അവിടെ നിന്ന് എടുത്ത് തുള്ളി ഓടി. ഇങ്ങനെ നീന്താനൊക്കെ പറ്റുമല്ലേ ബീച്ചിൽ? നമ്മുടെ നാട്ടിലൊന്നും കടലിൽ അങ്ങനെ നീന്തില്ലല്ലോ. ഇവിടുത്തെ ബീച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഭയങ്കര തിരമാല ഉണ്ടാവില്ല നാട്ടിലത്തെ പോലെ. ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഈ ഷോറിലെത്തുമ്പോഴാണ് അത് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പം ഓക്കെ, പറഞ്ഞ് ലേറ്റ് ആക്കുന്നില്ല, നമുക്ക് അങ്ങോട്ട് പോയിട്ട് ഞാൻ കാണിച്ചു തരാം. പിന്നെ ആക്ച്വലി ഈ ബീച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം അതിന് മേലെ കൂടെ ഇങ്ങനെ പോണുണ്ട്. എന്താടാ അറിയില്ല, എന്തോ ടൂറിസ്റ്റേഴ്സിന് വേണ്ടി ചെയ്യുന്നതാന്ന് തോന്നുന്നു. വേഗം നടക്കും, ഇപ്പൊ തന്നെ സമയം. നീ നടന്നോ, ഞാൻ പയ്യെ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് വന്നോളാം. ഇതുണ്ടോ, നമ്മൾ ഈസ്റ്റ്ബോണിലൊക്കെ ഭയങ്കര ഹൈറ്റാ. ഇത് ശരിക്കും ഒരു പുഴയൊക്കെ പോലെയുണ്ട്. എനിക്കിത് കടലാണെന്ന് തോന്നേ ഇല്ല. ഭയങ്കര ഇഷ്ടമായി ആക്ച്വലി. കണ്ടോ, ഇവിടെ കണ്ടോ, ഇവിടെ മാത്രമേ തിര അടിക്കുള്ളൂ. നാട്ടിലൊക്കെ ആണെങ്കിൽ ഓൾമോസ്റ്റ് അവിടെ തൊട്ടേ തിര ഇങ്ങനെ വരില്ലേ. ഇവിടെ തൊട്ടാ തിര അടിക്കുള്ളൂ. പിന്നെ നല്ല ക്ലിയർ വാട്ടർ. അത് ഈസ്റ്റ്ബോണിലും ക്ലിയർ വാട്ടറൊക്കെ തന്നെയാണ്, പക്ഷേ എന്തോ വേറൊരു സ്ഥലത്ത് ഉള്ള പോലത്തെ ഒരു ഫീൽ എനിക്ക്. ഞങ്ങളിപ്പം ആ തെറ്റത്തുനിന്ന് ഇത്രയും നടന്നു വന്നു. ആക്ച്വലി ഇതൊരു ഭയങ്കര ഭംഗിയുള്ള ബീച്ച്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഒരു ദിവസം ഇവിടെ എന്തായാലും കടലിൽ ഇറങ്ങാൻ വരണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. നമുക്കൊരു ദിവസം വന്നാലോ, എല്ലാവരെയും കൂട്ടിയിട്ട്, ഷാരുനെ ആദിലിനെയൊക്കെ കൂട്ടിയിട്ട് വരണം. എന്തായാലും സമ്മർ തീരുന്നതിന് മുന്നേ വരണം. അപ്പം എന്താ പ്ലാൻ വെച്ചു? ചൂണ്ടിടാനാണ് പ്ലാന്, പക്ഷെ ഇടാനൊരു ഗ്യാപ്പില്ല. ഇവിടെ ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഇവിടെ ഇത്രയും ആൾക്കാർ മീൻ പിടിച്ചുകൊണ്ടിരിക്കും. ഒരു ഫുള്ള് ഇന്ന ഏജ് കാറ്റഗറി എന്നൊന്നുമില്ല, എല്ലാവരും പിടിക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ എവിടെയെങ്കിലൊക്കെ ഒന്ന് എറിഞ്ഞു നോക്ക്, ചിലപ്പോൾ നിനക്ക് കിട്ടും. ഇവിടെ എറിഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഇവരുടെ ചൂണ്ടയുടെ ഇതൊക്കെ ഇങ്ങനെ പോകും. നമ്മൾ എറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ കൊളുത്തും മറ്റവരുടെ ചൂണ്ടയായിട്ട്. ഓക്കെ ഗൈസ്, നമ്മളൊരു തീരുമാനം എടുത്തിട്ട് അറിയിക്കുന്നതായിരിക്കും. ഞാൻ നേരത്തെ ആ സ്ഥലം കണ്ടപ്പോൾ വിഷ്ണുവിനോട് പറഞ്ഞതാണ് അവിടെ നിന്ന് മീൻ പിടിക്കുക. അപ്പം അവന് അവിടെ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയും ദൂരം നടത്തിച്ച് ഇനിയിപ്പോൾ തിരിച്ച് അവിടെ പോയിട്ട് മീൻ പിടിക്കാമെന്ന് പറഞ്ഞിട്ട് നടക്കുന്നുണ്ട്. ഇങ്ങനെ ഒരേ നടക്കുമോ? പക്ഷെ ആയിട്ടില്ല, കാരണം ഹൈ ടൈഡ് ഇന്ന് ലോ ടൈഡിലേക്ക് പോകുന്ന സമയത്താണ് അത്ര ഫിഷ് ആക്ടിവിറ്റി കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ്. എല്ലാവരും ഒന്നും ഇട്ട് തുടങ്ങിയിട്ടില്ല. നമ്മളും അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്പോട്ട് നോക്കി നടക്കുന്നത്. നോക്കാം.
ദൈവമേ, അനക്കൊന്നും കഴിയില്ല ഇത് ചാടിക്കടക്കാൻ വേണ്ടിയിട്ട്. അനക്കൊന്നും ആവൂല വെച്ചു. ഇപ്പം തന്നെ ഞാൻ പോയി. ഞാനും വരും നിൻ്റെ കൂടെ. ഈ കല്ല് മൊത്തം കയറി വന്ന് എനിക്കറിയില്ല ഞാൻ ഈ കല്ല് എങ്ങനെ കയറിയെന്ന്. നോക്കി, ആക്ച്വലി ഇതിനപ്പുറത്തുള്ളത് കയറാൻ എളുപ്പമായിരുന്നു, പക്ഷെ ഇത് കുറച്ച് ടഫായിരുന്നു. അവസാനം ഞാൻ എങ്ങനെയൊക്കെയോ കയറി. ഇനിയിപ്പം നമ്മളെ ചൂണ്ടൊക്കെ എടുത്ത് സെറ്റാക്കാന്ന്. ഓക്കെ, ഇനി ഇത് കോർത്തിട്ട് കാണാം. വിഷ്ണു ഫൈനലി സ്റ്റാർട്ട് ചെയ്തു. ഇത് ഫസ്റ്റ് കാസ്റ്റിംഗ് ആണ്. ഞാനിവിടെ ഇരുന്നിട്ട് ഇങ്ങനെ നമ്മൾ ചട്ടിയിൽ മീൻ വറക്കാൻ ഇടൂലേ, അതുപോലെ ഇങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുമെന്ന്. ഈ ഒരു ഫുള്ള് ഇവിടെ ഒന്നുമില്ല. ഞാൻ മനസ്സിൽ വിചാരിച്ചായിരുന്നു കുട എടുക്കണമെന്ന്, പക്ഷെ അത് ഞാൻ മറന്നേ പോയി. ഒരാളിവിടെ ഇരുന്നിട്ട് എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻ്റ് ഉണ്ടെന്ന് വിചാരിക്കാം, പക്ഷേ എനിക്ക് അതൊന്നുമില്ല. ഞാനിങ്ങനെ എന്തെങ്കിലും കിട്ടുമ്പോൾ വ്ളോഗ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുക, ഒന്നും കിട്ടുന്നുമില്ല. ശരിക്കും നമ്മളിവിടെ ഓൾമോസ്റ്റ് നമ്മൾ നേരത്തെയാണ് എത്തിയത്. 12:15 നമ്മളിവിടെ എത്തി. പിന്നെ അവിടെ ഇവിടെയൊക്കെ നടന്ന് ഈ സ്പോട്ടിലെത്തുമ്പോഴത്തേക്കന്നെ ഒരു 1:15 ആയി. കാസ്റ്റ് ചെയ്ത് തുടങ്ങിയത് 1:15 ഇതിപ്പം 1:30 ആയി. ശരിക്കും 1:45 തൊട്ടാണ് ഫിഷിംഗ് ആക്ടിവിറ്റി കൂടുതൽ എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഇനിയിപ്പം കാസ്റ്റ് ചെയ്യുന്നില്ല, 1:45 ആകുമ്പം ചെയ്യാമെന്ന് വിചാരിച്ച് നിൽക്കുമെന്ന്. ലെറ്റ്സ് സീ. കുറേ കാസ്റ്റ് ചെയ്തല്ലേ വിഷ്ണു? ഒന്നും കിട്ടാത്തത് കൊണ്ടല്ല, പക്ഷേങ്കിൽ ഇവിടെ ഭയങ്കര ക്രൗഡ്. കുറേ ആൾക്കാർ അവിടെ നിന്ന് ചൂണ്ടയിടുന്ന സ്ഥലത്തോട്ട് നീന്തുന്നു. പിന്നെ ഇവിടെയും കുറേ ആൾക്കാർ, വീണ്ടും പുതിയ കുറേ ആൾക്കാർ ചൂണ്ടയിടാൻ വന്നു. സോ നമ്മൾ വിചാരിച്ച് നമുക്ക് പയ്യെ പോയി ഫുഡ് കഴിച്ചിട്ട് വേറൊരു സ്ഥലമുണ്ട് ഇവിടെ, പെവൻസി ബേ അല്ലേ, അവിടെ ജസ്റ്റ് പോയി നോക്കാം എന്ന് വിഷ്ണു പറയുന്നു. എനിക്കറിയില്ല, ഐ എം നോട്ട് ഷുവർ പോവോ ഇല്ലയോ എന്നുള്ളത്. നോക്കാം. ഞങ്ങളൊരു ഐസ്ക്രീം മേടിച്ചു, കാരണം ഇവിടുത്തെ ചൂടിന് ഐസ്ക്രീം ബെസ്റ്റാണല്ലേ. ഞാൻ മേടിച്ച കോഫി ആൻഡ് വാൾനട്ടും, വിഷ്ണു മേടിച്ചത് ബബിൾ കത്തിൻ്റെ അല്ലേ. നോക്കട്ടെ, നിനക്ക് ഇഷ്ടപ്പെടും, എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. എടാ, അവന് ഇഷ്ടമുള്ളത് എനിക്ക് ഇഷ്ടമില്ല, എനിക്ക് ഇഷ്ടപ്പെടുന്ന അവന് ഇഷ്ടപ്പെടില്ല. അപ്പം ഞങ്ങൾ ഐസ്ക്രീം കഴിച്ചതിന് ശേഷം നല്ല വിശന്നു, കാരണം നമ്മൾ രാവിലെ കഴിച്ചിട്ട് വന്നതാണല്ലോ. അപ്പം നമ്മൾ വിചാരിച്ചു എന്തായാലും ബീച്ച് സൈഡിൽ വന്നതാണ്, ഫിഷിങ് ഫ്ലോപ്പായി, അപ്പം നമുക്കൊരു ഫിഷ് ആൻഡ് ചിപ്സ് കഴിക്കാമെന്ന് വിചാരിച്ചത്. കാരണം ഫിഷ് ആൻഡ് ചിപ്സ് ആണല്ലോ ഇവിടുത്തെ മെയിൻ പോപ്പുലർ ഫുഡ്. അതാ 100 ആയുസ് ഫിഷ് ആൻഡ് ചിപ്സിൽ. ഇത് ഒരുപാടുണ്ടല്ലോ ആക്ച്വലി. ഇത് സോൾട്ട് ഇല്ല, ശരിക്കിത് ഒരെണ്ണം മേടിക്കേണ്ടിയിരുന്നില്ല അല്ലേ.
അപ്പോൾ ഇതാണ് ഫിഷ് ആൻഡ് ചിപ്സ്. ഒന്നുമില്ല, ഫിഷും ചിപ്സും അത്രേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് സൈഡർ ഉണ്ടാവും, സൈഡർ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു സോസ് ഉണ്ടാവും. അപ്പം വിഷ്ണു ഇത് എപ്പോഴും കഴിക്കാറുണ്ടല്ലേ. ഇതിവിടെ ഫ്രൈഡേ ആണ് ഇവർ മെയിനായിട്ട് കഴിക്കുന്നത് ഫിഷ് ആൻഡ് ചിപ്സ്. ഇപ്പം കെയർ റൂമുകളിലൊക്കെയും ഫ്രൈഡേ ആയിരിക്കും ഇതിൻ്റെ ഇതായിരിക്കും മെയിൻ ഫിഷ് ആൻഡ് ചിപ്സിന്. അതെന്താ റീസൺ ഒന്നും എനിക്കറിയില്ല. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയാം. നമ്മുടെ സാധാ ഫിഷിൻ്റെ ഫില്ല് എടുത്തിട്ട് നമ്മുടെ പഴംപൊരി പോലത്തെ ഒരു ബാറ്റർ ആയിരിക്കും. അതായത് പഴംപൊരി മധുരമാണല്ലോ, അതുപോലത്തെ ഉപ്പുള്ള നമ്മളൊരു ബിയർ ബാറ്റർ ഉണ്ടാക്കിയില്ലേ പഴംപൊരിയുടെ, അതേപോലത്തെ ബിയർ ബാറ്ററിൽ ഇട്ടിട്ട് ഇത് വറക്കും. അത്രേ ഉള്ളൂ. മുക്കി പൊരിക്കും എണ്ണയിൽ. പിന്നെ സൈഡിൽ ചിപ്സ് ഉണ്ടാവും. ഇതാണ് ഫിഷ് ആൻഡ് ചിപ്സ്. ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനങ്ങനെ ഒരുപാട് ഫിഷ് ആൻഡ് ചിപ്സിൻ്റെ കഴിച്ചിട്ടില്ല. മെയിൻലി എൻ്റെ ഒരു ഇതല്ല, ടേസ്റ്റ് അല്ല ഫിഷ് ആൻഡ് ചിപ്സ്. പക്ഷേ ഇതെങ്ങനെയുണ്ട് നോക്കാം, നോക്കിയിട്ട് അഭിപ്രായം പറയാം. ഞാനത് ടേസ്റ്റ് ചെയ്യുമോന്നേ. എങ്ങനെ ഇത് ഇവരുടെ ഫേവറേറ്റ് ഫുഡായിരുന്നു എനിക്കറിയില്ല. എൻ്റെ കൈൻഡ് ഓഫ് ടേസ്റ്റ് അല്ല ഇത്. ആണ്, പക്ഷെ ഒരു കുരുമുളക് പൊടി പോലും ഇല്ലാണ്ട് എങ്ങനെ വെച്ചങ്ങൾ ഇത് തിന്നുന്ന. ഓക്കെ, നമുക്ക് ഇഷ്ടപ്പെടില്ല, പക്ഷെ കഴിക്കും അത്ര തന്നെ. എനിക്ക് പൊതുവെ ഇവരുടെ ഫുഡൊന്നും വലിയ ഇഷ്ടമല്ല. എനിക്ക് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പിന്നെയും ഇഷ്ടമാണ്. ഇത് തീരെ എനിക്കിഷ്ടമല്ല. ഓക്കെ, ഇനി ഇത് ഫിനിഷ് ചെയ്യണം. ശരിക്കും ഒന്ന് വാങ്ങിയാൽ മതിയായിരുന്നു. വിഷ്ണുവിന് ഇത് ഇഷ്ടമാണല്ലേ. വിഷ്ണു എല്ലാ വെള്ളിയാഴ്ചയും ഹോസ്പിറ്റലിൽ നിന്ന് ഇത് വാങ്ങി കഴിക്കാറുണ്ട്. അവനിത് ഇഷ്ടമാണ്. പിന്നെ ഈ മീൻ കോഡ് എന്ന് പറയുന്ന ഒരു മീനാണ്, കോഡ് ഫിഷ്. ഇതന്നെയാണ് ഇവിടെ കൂടുതലും ഫിഷ് ആൻഡ് ചിപ്സ് ഉണ്ടാക്കണ മീനും. പിന്നെയും കുറേ ഉണ്ട്, പക്ഷെ കൂടുതലും ഇതിലൊക്കെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മുടെ നാട്ടിലെന്താ ഫിഷിനെ പറയാമെന്ന് എനിക്ക് ആക്ച്വലി അറിയില്ല. ഓക്കെ, എന്നാൽ ശരി, നമ്മളിത് കഴിക്കട്ടെ. അങ്ങനെ ഇതിന് എത്ര പൈസ ആയത്? 8 പൗണ്ട് അങ്ങനെയാണ് ഇതിന് മാത്രം, ഒരാളുടേന്. പിന്നെയോ 11 പൗണ്ടാ. ഫിഷിന് മാത്രം 8 പൗണ്ട്, ചിപ്സിന് 3. ഓ, ചിപ്സ് എക്സ്ട്രാ ആണല്ലേ. ഓക്കെ, ആദ്യം നമ്മൾ ഒരു ചിപ്സ് വാങ്ങിയാൽ മതി എന്നാണ് വിചാരിച്ചിട്ടുണ്ടായത്. പിന്നെ ആ ഡ്രിങ്കും കൂടെ ആയപ്പോഴത്തേക്ക് 10-25 പൗണ്ടായി. കുഴപ്പമില്ല, നമ്മൾ വേസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല, ഇത് നമ്മൾ എടുക്കും. അപ്പോൾ ശരി ഗൈസ്, നമ്മളിത് ഫുഡ് കഴിച്ച് ഇറങ്ങാൻ പോകുന്നു. ഇന്ന് പ്രത്യേകിച്ച് അത്രേ ഉള്ളൂ നമ്മുടെ ഫിഷിങ്. അപ്പോൾ ഇതിൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? ഭയങ്കര ക്ഷമ വേണ്ട ഒരു കാര്യമാണ് ഫിഷിങ് എന്ന് പറയുന്നത്, അല്ലേ വിഷ്ണു? കളിയാക്കുന്ന ആൾക്കാരോട് എല്ലാ ദിവസമൊന്നും ഫിഷിനെ കിട്ടണമെന്നില്ല. ഫിഷ് ആക്ടിവിറ്റി ഉള്ള ദിവസം ചിലപ്പം ഫിഷുകൾ ഈ കടലിൻ്റെ തീരത്ത് വരണമെന്നില്ല. നമ്മൾ കടലിലാണ് മീനിനെ പിടിക്കാൻ വരുന്നത്. അപ്പോൾ നമ്മൾ എത്ര എറിഞ്ഞാലും കടലിൻ്റെ നടുക്കൊന്നും പോയി വീഴില്ലല്ലോ, കടലിൻ്റെ തീരത്ത് തന്നെയല്ലേ പോയി വീഴുക. അപ്പം അവിടെ ഫിഷ് വരണം. അങ്ങനെ വരുന്ന ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് ഫിഷിന് കിട്ടുള്ളൂ, അല്ലേ വിഷ്ണു? അങ്ങനെ വന്നപ്പോഴാണ് ഒരു ദിവസം നമുക്ക് കിട്ടിയത് സത്യത്തിൽ. അപ്പം എല്ലാ ദിവസവും സെയിം ആയിരിക്കില്ല. അതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട പാഠം. പിന്നെ കുറേ ക്ഷമ വേണം. എനിക്കിപ്പോൾ ഓൾമോസ്റ്റ് അത്യാവശ്യം നല്ല ക്ഷമയുണ്ട്. വിഷ്ണുവിൻ്റെ കൂടെ മീൻ പിടിക്കാൻ വന്നിട്ട് നല്ല ക്ഷമയുണ്ട്. പിന്നെ ഇത് മീൻ എവിടെയെങ്കിലും മീനല്ല, ചൂണ്ട എവിടെയെങ്കിലുമൊക്കെ കുടുങ്ങിയാലും അതുപോലെ നല്ല ക്ഷമയോടെ നിന്ന് ആ ചൂണ്ട കുരുങ്ങിയതൊക്കെ എടുത്ത് വെക്കണം. അതൊക്കെ ഒരു ടാസ്ക്കാണ്. കുഴപ്പമില്ല. എനിക്കിങ്ങനെ ഇവൻ്റെ കൂടെ വന്നിട്ട് ഇങ്ങനെ മീൻ പിടിക്കാൻ പോകാൻ അത്യാവശ്യം ഇഷ്ടമാണ്. ഞാൻ തന്നെ ചില ദിവസം ഇവനെ പുഷ് ചെയ്തിട്ട് മീനിനെ പിടിക്കാൻ പോവാന്ന് പറയല്ലോ. അതുകൊണ്ട് ഓക്കെ, ഇതാണ്. ഇനിയും ഒരു സക്സസ്ഫുള്ളായിട്ടുള്ളൊരു ഫിഷിംഗ് വീഡിയോ ആയിട്ട് വേറൊരു ദിവസം വരാം. അപ്പം ബൈ.